ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അഗൈൻ. ഇന്നത്തെ നമ്മുടെ പരിപാടി, ഇന്ന് ഞങ്ങൾ താമസിക്കുന്ന വർക്കർ വില്ലേജിൽ ഞങ്ങൾ എങ്ങനെയാണ് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത് എന്നാണ്. ഇതാണ് ഞങ്ങളെ വാഷിംഗ് മെഷീൻ ഇരിക്കുന്ന റൂം കാര്യം. ഇത് ഒരു ഫ്ലോറിന് 2 വാഷിംഗ് മെഷീൻ എന്ന രീതിയിലാണ് ഉള്ളത്. ഇത് നമ്മൾ സാധാ വാഷിംഗ് മെഷീൻ അല്ല, പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് നമ്മൾ വാഷ് ചെയ്യണം. അതാണ് ഇതിന്റെ സെറ്റപ്പ്. 2 ദിർഹംസിന് 20 മിനിറ്റ് ആണ് നമുക്ക് കിട്ടുക. ഇനി 3 ദിർഹംസ് കൊടുത്താൽ 30 മിനിറ്റ് കിട്ടും. അപ്പൊ നമുക്കിത് സാധനം ഉണ്ടതിന്റെ മുന്നേ ആദ്യം ഇത് തുറന്നു നോക്കിയിട്ട് ഇൻസ്പെക്ഷൻ നടത്താം. അതെന്തിനാന്നറിയോ? അത് ഏതെങ്കിലും പഹയന്മാര് പെന്ന് കാര്യങ്ങളൊന്നും എടുക്കാതെ പോക്കറ്റിൽ തന്നെ ഇട്ടിട്ട് തുണി അങ്ങനെ ഇട്ടിട്ട് അലക്കിട്ട് പോകും. എന്നിട്ട് ഈ പെന്നൊക്കെ അതിന്റെ സൈഡിൽ അവിടെ ഇവിടേക്ക് എടുത്തിട്ട് നമ്മൾ വന്നിട്ട് അലക്കണ സമയത്തായിരിക്കും നമ്മുടെ ഡ്രസ്സ് പിടിക്കുക. പേന ലീക്ക് അടിച്ച് നമ്മുടെ ഡ്രസ്സ് മൊത്തം നാശാവും. ചെക്കിങ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നം ഇതാണ്, നമ്മുടെ ഡ്രസ്സ് മൊത്തം നീലമയായിരിക്കും. ഇത് നമ്മുടെ ഒരു ചങ്ങായിയുടെ യൂണിഫോമിൽ വന്നതാണ് കേട്ടോ. കറക്റ്റ് സമയത്ത് ഓനെ കിട്ടിയത്. അപ്പൊ നമുക്ക് കലാപരിപാടികൾ തുടങ്ങാം. ആദ്യം വേണ്ടത് 2 ദിർഹംസ് കോയിൻസ് ആട്ടോ. 2 ദിർഹംസിന് 20 മിനിറ്റ് ആണ്. 3 ദിർഹംസ് ആണെങ്കിൽ 30 മിനിറ്റ് കൊണ്ട് കിട്ടുക. ഇത് നമ്മുടെ സോംപൊടി പരിപാടി. സോംപൊടി ദിർഹംസും അപ്പനെ കേട്ടോ. പാനി മാത്രം ഫ്രീ ആയിട്ടുള്ളൂ കേട്ടോ. സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അപ്പൊ നമ്മൾ തുണി കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ടിട്ടാ. ഇനി അടുത്ത പരിപാടി നമുക്ക് സോപ്പ് പൊടി, ലിക്വിഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടുന്നതാണ്. അതിനായി നമ്മൾ ഈ സൈഡിൽ കാണുന്ന ഈ വലിപ്പണ് വലിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ സോപ്പും പൊടി ഇടാം. ഈ ചെറിയ സാധനത്തിൽ നമ്മൾ ലിക്വിഡ് ഉപയോഗിക്കും. അങ്ങനെ നമ്മൾ അതിലേക്ക് കുറച്ച് സോപ്പ് പൊടി കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മളെ പേത്ത് പിന്നെ ലിക്വിഡ് ഒന്നും ഇല്ല കേട്ടോ, സോപ്പ് പൊടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ സോപ്പ് പൊടി മാത്രം ഉപയോഗിച്ചു. ഈ ലിക്വിഡൊക്കെ ഉപയോഗിക്കുന്നത് വെറുതെ ആണ്. ലിക്വിഡിനേക്കാൾ എഫക്റ്റ് ഇട്ടത് നമ്മുടെ സോപ്പ് പൊടി തന്നെ, നാടൻ സോപ്പ് പൊടി. ഇതുപോലെ കേട്ടോ സോപ്പ് പൊടി ഇടുക. ഈ ചെറിയ സാധനത്തിലാണ് നമ്മൾ ലിക്വിഡ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക. ഇത് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഇതിനകത്ത് കൂടെ വെള്ളം വരും. എന്നിട്ട് നമ്മുടെ തുണിയുടെ മൊത്തം മിക്സ് ആയിട്ട് അത് അങ്ങനെ അൽക്കുൽ എല്ലാ സാധനം സെറ്റപ്പ് ആക്കി അടച്ചതിന് ശേഷം നമ്മൾ അടുത്ത പരിപാടി എന്താ വെച്ചാൽ കോയിൻസ് ഇടൽ പരിപാടിയാണ്. മാളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഗെയിമിൽ കളിക്കാൻ ഈ കോയിൻസ് ഇടുന്നത് പോലെ ഇതിനകത്തേക്ക് നമ്മൾ കോയിൻസ് ഇടും. പിന്നെ ഒരു കാര്യം, പുതിയ കോയിൻസ് ഇത് അക്സെപ്റ്റ് ചെയ്യില്ല കേട്ടോ, അത് ഇങ്ങോട്ട് റിട്ടേൺ തന്നെ വരും. അപ്പൊ നമ്മൾ കോയിൻസ് ഇട്ടതിന് ശേഷം നമ്മളിപ്പോ 2 ദിർഹംസ് ആണ് ഇട്ടിരിക്കുന്നത്. അതിൽ നമുക്കൊരു 20 മിനിറ്റ് കിട്ടും. അങ്ങനെ സംഭവം കറങ്ങാൻ തുടങ്ങിയിട്ടാ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വീക്കെൻഡിലുള്ള വാഷിംഗ് പരിപാടി കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിനകത്ത് വേറെയും കുറെ മെഷീനൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എന്തിനാന്ന് പടച്ചോനറിയാം. ഇതൊക്കെ ഏത് കാലത്തുള്ള വാഷിംഗ് മെഷീൻ സംഭവങ്ങളൊക്കെയാണെന്ന് അറിയില്ല. ഇതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഇതില് ഡോളറാണ് ഉള്ളത്. ഡോളറേ ഇത് എങ്ങനെ ഉപയോഗിച്ച് എന്തിനാ വെച്ചിരിക്കണെന്ന് നമുക്കൊരു പിടിയില്ല. ഇപ്പോഴും അവിടെ നിലകൊള്ളുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് വേറെ എന്തോ സംഭവമുണ്ട്. ബ്ലാങ്കറ്റ് കാര്യങ്ങളൊക്കെ ഉണക്കാനുള്ളതോ അല്ലെങ്കിൽ അലക്കാനുള്ള സംഭവം അങ്ങനെയൊക്കെയാണെന്നാ തോന്നുന്നത്. പക്ഷെ ഇതൊന്നും വർക്കിംഗ് അല്ല. ഇതൊക്കെ എന്തിനാ ഇവിടെ വെച്ചിക്കണെന്ന് തന്നെ അറിയത്തില്ല. അപ്പോഴാണ് നമ്മുടെ അടുത്ത വർക്ക് മേറ്റ് വന്നത്, ശ്രീലങ്കൻ നൗഷാദ് ഫ്രം ശ്രീലങ്ക. അവനും വാഷ് ചെയ്യാൻ വേണ്ടി വന്നതാ. അപ്പോഴേക്കും നമ്മുടെ ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞ് ഇങ്ങനെ കാണിക്കും. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് നല്ല ഉണക്കി സംഭവം ടോപ്പായിട്ട് പുറത്തേക്ക് വന്നു. അത് നമ്മൾ നേരെ എടുത്തിട്ട് അയലിലിട്ട്, നമ്മളവിടെ അയൽ എന്ന് പറയാം. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഈ ഉണക്കാടുന്ന സാധനത്തിന് എന്താ പറയാന്ന് നിങ്ങൾ കമന്റിൽ. എല്ലാം ഇട്ടതിന് ശേഷം നമുക്കിത് പുറത്ത് വെയിലത്ത് കൊണ്ടുപോയി. ഓക്കെ, ബൈ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ.